നിനക്കതിന്റെ ആവശ്യം ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അക്കാലത്ത് നീ എന്റെ വേലക്കാരിയായിരുന്നു. ഇതൊക്കെ പറഞ്ഞ് പഴകിയ കാര്യങ്ങളാ. ശരിയാ, നിന്നെ പോലൊരുത്തി എന്റെ കോലത്ത് ജോലിക്ക് നിന്നിരുന്നു എന്ന് പറയുന്നത് തന്നെ എനിക്ക് വലിയ നാണക്കേടാ. ഞാൻ വന്നതേ ഇതൊന്നും പറഞ്ഞ് നിന്നോട് തർക്കിക്കാനല്ല. നീ വന്നത് എന്തായാലും നല്ല ഉദ്ദേശത്തോടാണെന്ന് ഒരാളും പറയില്ല. നീ ഇതിനകത്ത് എന്നെ ഇങ്ങനെ ഇരുന്ന് ഒരടിക്കല്ലേ പത്മേ? അത് പറയാനാ ഞാൻ വന്നേ. നിന്നെ നിഷ്കരണം ഉപേക്ഷിച്ചെങ്കിലുവേ ഉപേക്ഷിച്ച ഭർത്താവിനെ ഒന്ന് കാണാനും കിട്ടുന്ന സന്ദർഭങ്ങളിൽ അവനോട് 2 വാക്ക് പറയാനും ആയിരിക്കുമല്ലോ നീ ഇപ്പൊ വന്നേ. എനിക്കങ്ങനെ ഒരു ആഗ്രഹവും ഇല്ല അംബികെ. ഉണ്ടെന്ന് എനിക്കറിയില്ലേ. ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കാനുള്ളതല്ലേ. ചെല്ല്, അവനെ ഇപ്പൊ പുറത്തു പോയിരിക്ക. തിരികെ വരുമ്പോ നീ അവന്റെ മുറിവാതിൽക്കലൊന്ന് ചെല്ല്. എന്നിട്ട് കുറച്ച് കൊച്ചു വർത്താനങ്ങളൊക്കെ പറയും. ഈ വീട്ടിലും മുറ്റത്തും ഒക്കെ കറങ്ങി നടക്കാനും അവന്റെ മുന്നിലേക്ക് ചെല്ലാനും ഒക്കെ നിനക്ക് ധൈര്യമില്ലായിരിക്കും അല്ലേ? ഞാൻ എന്തിനടി മറ്റുള്ളവരെ പേടിക്കുന്നത്? എന്റെ വീട്ടിൽ എനിക്ക് എവിടെ ഇറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലെന്നാണോ നീ പറഞ്ഞു വരുന്നത്? നിനക്ക് വേറെ പണിയില്ലേ അംബികെ? പിന്നെ നിയമാനുസൃതമായിട്ട് ഞാനും പ്രതാപേട്ടനും തമ്മിലുള്ള വിവാഹം ഇതുവരെ വേർപെടുത്തിയിട്ടില്ല. നിന്റെ പിടിയിൽ നിന്നും നിന്റെ ചതികളിൽ നിന്നും ഞാനും എന്റെ മകളും കൂടി പ്രതാപേട്ടനെ രക്ഷിച്ചിരിക്കും. അതിനുവേണ്ടി മാത്രമാ ഞാനിവിടെ വന്നിരിക്കുന്നത്. നീ വെല്ലുവിളി തുടരുകയാണെങ്കിലേ ഞാൻ ലക്ഷ്യം നിറവേറ്റിയിട്ടേ ഇവിടുന്ന് പോകും. നമുക്ക് കാണാടി. ഒന്നും കാണാനില്ല, അതേ നടക്കൂ.